ഒടുക്കത്തെ തിരക്കുന്ന കാണാം, പക്ഷേ വീഡിയോയിലൊന്നും കാണാൻ പറ്റുന്നില്ല. ജൂത ഫുഡ് മാർക്കറ്റിൽ പോയി ഫുഡ് അടിക്കാനാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡ് വ്ലോഗായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വീക്കെൻഡ് ആയിട്ട് ഞങ്ങൾ ഇവിടെയുള്ള ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഡ്രാഗൺ ഫെസ്റ്റിവൽ എന്നാണ് എൻ്റെ പേര്. സോ ഇവിടെ എല്ലാ വർഷവും ജൂൺ സമയത്ത് ഒരു ദ ഗ്രേറ്റ് ഡ്രാഗൺ വീക്കെൻഡ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കാറുണ്ട്. ബേസിക്കലി അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. നമുക്ക് ഈ വ്ലോഗ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ആ സ്റ്റോറി ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് പറയാം. സോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ് ഇന്ന് നല്ല തിരക്കായിരിക്കും. ആ ഏരിയയിൽ നെറ്റ്വർക്ക് ഇഷ്യൂ കാണും. അതുമാത്രമല്ല ഭയങ്കര ഓവർ ക്രൗഡഡ് ആണ്. സോ ഇനി അവിടെ ചെന്നിട്ടുള്ള അവസ്ഥ കാണും. ഞങ്ങൾ അതെ ക്രാക്കുല തൃശ്ശൂർ പൂരം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളിപ്പോൾ 9:30 അടുപ്പിച്ചായിട്ടുണ്ട്. പരിപാടി 10 മണിക്ക് തുടങ്ങുമെന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ട്രാം പിടിക്കാം. നമ്മുടെ ട്രാം ഇപ്പം മിസ്സാവും. ഇതിരിക്കൂട്ടാ നമുക്ക് സ്റ്റോറി പറഞ്ഞു കൊടുത്താലോ ഇവർക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. ഓക്കെ, എന്തായാലും ഞങ്ങളുടെ ട്രാം വരെ നല്ല ടൈമുണ്ട്. സോ ആ നേരം കൊണ്ട് ഞങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്ത് സ്റ്റോറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നെക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് ഇക്കാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും എന്താണ് ശരിക്കും ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി അല്ലെങ്കിൽ മിത്ത് എന്താണെന്നുള്ളത്. കമണിക്ക നമ്മുടെ മഹാഭാരതത്തിലെ ബഗാസുരൻ്റെയും കഥയില്ല, അതുപോലെ അതിനോട്ട് ഏകദേശം സിമിലർ ആണ്. ഇവിടെ ബഗാസുരന് പകരം ഒരു ഡ്രാഗണാണ്. ഡ്രാഗണിന് ഇവിടെ ഉള്ള ആൾക്കാരെ കൊല്ലാതിരിക്കണമെങ്കിൽ അതിന് ദിവസവും കാറ്റൽസിനെയും അതുപോലെ തന്നെ കന്യകളായ പെൺകുട്ടികളെയും കൊടുക്കാൻ ദിവസവും ഭക്ഷണമായിട്ട് കൊടുക്കണമായിരുന്നു. ഇവിടുത്തെ രാജാവ് അതിനെ കൊണ്ട് പൊറുതിമുട്ടി ദൂരദേശത്തു നിന്നൊക്കെ ഒരുപാട് യോദ്ധാക്കളെ വിട്ടിട്ടൊന്നും രക്ഷയില്ല. അങ്ങനെ ഇവിടെ അവസാനം ഇവിടെയുള്ള കൂബ എന്ന പേരുള്ള ഒരു ചെരുപ്പ് നന്നാക്കുന്ന ഒരാൾ വന്ന് ചെമ്മരിയാടിൻ്റെ അകത്ത് എന്തോ മരുന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഡ്രാഗൺ അത് കഴിക്കുകയും അത് തിന്നിട്ട് വെള്ളം കുടിച്ച് വയറ് പൊട്ടി ചത്തുവെന്നാണ് ഇവിടെയുള്ള ഒരു വിശ്വാസം. അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന, ആ കഥ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ എല്ലാ ഇയർലി ഇവിടെ ഇങ്ങനെ ഒരു തിയേറ്റർ ഈ ഒരു കഥ റീക്രിയേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് അതിൻ്റെ ബാക്കിലത്തുള്ള ഒരു സ്റ്റോറി, മിത്തോ സ്റ്റോറിയോ എന്താണെന്നുള്ളത്. ബേസിക്കലി ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് കുറച്ചും കൂടെ നല്ല അടിപൊളി തീമായിട്ട് അവർ ചെയ്യുന്നത് ഡ്രാഗൻ്റെത്. സോ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഞങ്ങളിവിടെ ഉണ്ടായിട്ടും ഞങ്ങൾ പോയില്ല, കാരണം ഇതൊരു നല്ല കുഞ്ഞായിരുന്നു. ഈ ഒരു സമയത്ത് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഇന്ന് 2 ദിവസത്തെ പരിപാടിയാണ് ആക്ച്വലി ഇത്. ഇന്നിപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ്. നാളെ എന്തോ ഉച്ചയ്ക്ക് ശേഷം സിറ്റി സെൻറ്ററിൽ എന്തോ പരേഡുണ്ട്. സോ നാളത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്കാണ് പോകുന്നത്. സോ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എന്തായാലും മാക്സിമം കവർ ചെയ്യാൻ പറ്റും ഞങ്ങൾ കവർ ചെയ്യും. സോ ഇനി നമുക്ക് ട്രാം വന്ന് കയറി പോയതിന് ശേഷം അവിടുത്തെ ബാക്കി വിശേഷങ്ങളെ കുറിച്ച് ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും ആ പരിപാടിക്ക് പോയതുകൊണ്ട് ട്രാമൊക്കെ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. ആരും ഇല്ലല്ലേ? അയ്യോ, നല്ല തിരക്കുണ്ട്. എന്തായാലും ഞങ്ങൾ പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഇനി അവിടെ ചെന്ന് നോക്കാം. ഈ ആൾക്കാരൊക്കെ അങ്ങോട്ടാണ് തന്നെ ഇതിനെ പിടിച്ചോളേ. തുടങ്ങി ഓൾറെഡി. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക്. ഞങ്ങൾക്ക് എന്തെങ്കിലും പിടിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. ഇവിടെ എന്താ, പക്ഷെ നമുക്ക് ഇത് കാണാൻ പറ്റൂല. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതുപാ പരേഡ് ഇതുകൊണ്ടാ മറ്റേ ഹോട്ട് എയർ ബലൂൺ. കാണാം, പക്ഷേ വീഡിയോയിലൊന്നും കാണാൻ പറ്റുന്നില്ല. സൂപ്പർ ഷോ. ഇതൊരു ഡ്രാഗൺ കണ്ടോ? അതോ കണ്ടോ ഡ്രാഗൺ? ഒന്നും പൊട്ടിയില്ല. ഇവരെന്താണ് ഇങ്ങോട്ട് വരാത്തത്? ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു മിന്നായം പോലെ കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരിക്കും. അടിപൊളി. ഇപ്പം എന്താ സംഭവിച്ചത്? ഇതെന്താ ഇവിടുന്ന് ഇപ്പം ആള് കുറഞ്ഞത്? നോ 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 ഈ പെൺപിള്ളേർ എന്തിനാ കയറി നിന്ന്? എനിക്ക് കാണാൻ വയ്യ. ഞങ്ങൾ അങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് ചെന്ന് നോക്കണേ. ഇനി സൂപ്പർ. അയ്യോ, അത് അവിടെ നിന്ന് വളഞ്ഞു പോയണ്ട.
അങ്ങനെ നമ്മൾ പോയതുപോലെ തന്നെ സിഗ്നലായി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു ആക്ച്വലി അവിടെ. ലേറ്റായിട്ട് ചെന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ. ഞങ്ങൾക്ക് ശരിക്കും അത് ദൂരെ നിന്നൊരു മിന്നായം പോലെ മാത്രമാണ് കാണാൻ പറ്റിയത്. ഞാൻ ഈ ആഡ് ചെയ്തിട്ടുള്ള കുട്ടി കുട്ടി വിഷ്വൽസ് ആണ് അന്നത്തെ ദിവസത്തെ. എന്തായാലും നെക്സ്റ്റ് ഇയർ ഇവിടെ ഫ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇതിന് വരും ഞങ്ങൾ. സോ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞങ്ങളിപ്പോൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നാളെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്നിറങ്ങിയാലും ഈ സമയത്ത് നമ്മൾ ഇറങ്ങും. ഓക്കെ, എന്നാൽ അങ്ങനെ ഇവനെ പിടിച്ചോ, സ്ട്രോളർ എടുത്തോ. സോ ഇന്നലത്തെ ഒരു പോർഷൻ നിങ്ങൾ കണ്ടാണ്. പ്രത്യേകിച്ചൊന്നും ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ എത്തിയപ്പോൾ ചെറുതായിട്ട് ലേറ്റായി. ആൾക്കാരൊക്കെ 3 മണി അടുപ്പിച്ചപ്പോൾ തന്നെ അവിടെ പോയി സ്ഥലമൊക്കെ റിസർവ് ചെയ്തിരുന്നായിരുന്നു. ഞങ്ങൾ ഒരുപാട് താമസിച്ചെത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് മാത്രം കാണാൻ പറ്റി. അത് റെക്കോർഡായത് നിങ്ങൾ കണ്ട വിഷ്വൽസ് ആണ്. സോ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ ഇന്നലെ എടുത്ത വീക്കെൻഡ് ടിക്കറ്റ് ഇന്നും വാലിഡ് ആണ് ഞങ്ങൾക്ക്. സോ അതും എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോകുന്ന ഫ്ലോയിൽ എവിടെ ചെന്ന് ഇറങ്ങുന്നു അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഈ വ്ലോഗ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരു ആപ്പിൾ മരമാണ്. ഞങ്ങൾ എന്ന് ഇതിലെ കൂടെ പോയാലും ഒരു പച്ച ആപ്പിൾ ഇറുത്ത് കഴിക്കും. ഞങ്ങൾ എന്ന് ഇതിലെ കൂടെ പോയാലും നല്ല ടേസ്റ്റാണ്. അയ്യോ സാരമില്ല, നമുക്ക് കളയാം. നമ്മൾ എങ്ങോട്ടാണ്? നമ്മുടെ ട്രാം സ്റ്റേഷൻ അങ്ങോട്ടല്ലേ? ഇത് നമ്മൾ കോഫ്ലാൻഡ് പോകുന്ന റൂട്ടാണ്. സൺഡേ ആയിട്ട് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലെ പിസ്സ കട മാത്രം ഈ സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കി എല്ലാം അടിച്ചു പൂട്ടിയിട്ടുണ്ട്. കമോൺ ലെറ്റ്സ് ഗോ. ഇനി ഏത് ട്രാം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ചെന്ന് നമുക്ക് നോക്കാം. ഏതാണുള്ള അതിൽ കയറി എവിടെയെങ്കിലുമൊക്കെ ചുറ്റടിച്ചിട്ട് തിരിച്ചു വരാം. ഹലോ. ഇതിലൂടെ പിന്നെ ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ട്രാം സ്റ്റേഷനിൽ വന്നിരുന്നിട്ട് ആസ് യൂഷ്വൽ സിറ്റി സെൻറ്ററിൽ തന്നെ പോകുന്ന പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇതിനെ കൂട്ട് നല്ല അലമ്പാണ്. അവന് ഈ ട്രാം സ്റ്റേഷനിൽ കിടന്ന് ഓടണം. സോ ഇനി നമ്മൾ ട്രാം 22 വരുമ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് സിറ്റി സെൻറ്ററിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നങ്ങോട്ട് കൂടെ ചുറ്റിക്കറങ്ങാം. ഇതിരോ ഓ ജി നല്ല അലമ്പാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ട്രാമിൽ കയറിയപ്പോൾ ഒരു ഫുൾ കമ്പാർട്ട്മെന്റ് അല്ലേ ഇത് കാലിയായിട്ടിരിക്കുന്നത് അല്ലേ? ഇതിൽ കേട്ടോ, ഇത് ഇച്ചിരി പഴയ ട്രാമാണ്. നമ്മുടെ ഈ 22 ട്രാമിൽ ഈ പഴയ ട്രാമിൽ ചെറിയൊരു പാടാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റേഴ്സ് ആണ്. സോ നമുക്ക് ഈ സ്ട്രോളറൊക്കെ കയറ്റാൻ ഭയങ്കര പാടായിരിക്കും. അതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. സോ കം ഓൺ ലെറ്റ്സ് ഗോ ടു സിറ്റി സെൻറ്റർ. നമ്മളങ്ങനെ സ്റ്റാർഡം എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ജൂത ഫുഡ് മാർക്കറ്റിൽ പോയി ഫുഡ് അടിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ചെറിയൊരു മഴക്കോള് കാണുന്നുണ്ടല്ലോ. നോ, നമ്മൾ ട്രാമിൽ തന്നെ പോവും. തിരക്കുണ്ട് കേട്ടോ അവിടെ നിന്ന്, നല്ല തിരക്ക്. അങ്ങനെ ഇത്തവണ ജൂത ഫുഡ് മാർക്കറ്റ് എത്തിയുടൻ തന്നെ ഞാൻ ആദ്യം ഈ കാണുന്ന ചിമ്നി കേക്ക് ബേക്കറിയിലാണ് പോയത്. അവിടെ ഒരുപാട് നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അവരുടെ ചിമ്നി കോൺ ആണ് ഡയറക്റ്റ്ലി ഞാൻ ഓർഡർ ചെയ്ത് 23 സ്ലോട്ടി വരുന്നത്. ന്യൂട്ടെല്ല ആൻഡ് ഓരിയോ, വേറെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് നേരെ ആ ഒരു ഫ്ലേവറിലാണ് കമന്ന് വീണത്. ഫ്രഷ്ലി ബേക്ക് കോണിൽ നമ്മൾ പറയുന്ന ഫീലിംഗ് ഒക്കെ ഇട്ടിരുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള ന്യൂട്ടെല്ല ആൻഡ് ഓരിയോ കുക്കി ചിമ്നി കോൺ. ഇതുകൊണ്ട് ഇനി ടേസ്റ്റ് ചെയ്യാം. അതിന് നമ്മൾ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചിമ്നി കേക്ക് ബേക്കറിയിൽ നിന്ന് ഈ ഒരു ന്യൂട്ടെല്ല ഓരോ കുക്കിയുടെ ഇതും മേടിച്ച് ഒരു ലാർജ് ഫ്രൈസും മേടിച്ച് നമുക്ക് ഫുഡ് അടിക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം. ന്യൂട്ടെല്ലയും ഐസ്ക്രീമും ഫ്രഷ്ലി ബേക്ക്ഡ് ഇതിലും. ഇതിന് പിന്നെ ഫ്രൈസ് മതിയല്ലോ. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് ഇവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് ഇനി തിരിച്ച് എങ്ങോട്ടൊക്കെ ഇനി വീട്ടിലോട്ടോ. ഞങ്ങളിങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ട ഒരു റെസ്റ്റോറൻ്റാണ്. നല്ല രസമുണ്ടത് കാണാൻ. ഇത് പുല്ലാണ് ഇവർ ഈ വെച്ച് ആ എൻട്രൻസിൽ വെച്ചിരിക്കുന്നതല്ലേ. ആ പഴയ ഒരു ബിൽഡിങ്സ് അതുപോലെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഓൾ കാസിലിൽ അവിടെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൂട്ടാൻ ചെറിയ രീതിയിൽ ക്രാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ചിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിക്കാണും. ചെറിയ രീതിയിൽ കോൾഡ് ഉണ്ടായിട്ടാണ് ഞാൻ ആ തണുത്ത ഐസ്ക്രീം മേടിച്ച് കഴിച്ചത്. എന്ത് ചെയ്യാനാ. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മക്കളെ പുതിയൊരു വീഡിയോ വരുന്നത്. ബൈ.